27-ാം രാവും 29 ഇനി റമദാൻ നമുക്ക് 5-ഓ 4-ഓ തറാവീഹുകൾ മാത്രമാണ് റബ്ബേ. ആകെ 5-ഓ 4-ഓ രാവുകളാണ് നമുക്ക് ബാക്കിയുള്ളത് റബ്ബേ. അതെല്ലാം ഇബാദത്തുകളെ കൊണ്ട് ധന്യരാകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ധാരാളം ഖത്മുൽ ഖുർആൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖത്മുൽ ഖുർആൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ ഖുർആനും നോമ്പും ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുന്ന സജ്ജനങ്ങൾ പെടുത്തണേ അല്ലാഹ്. ഖുർആനും നോമ്പും ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുന്ന സജ്ജനങ്ങൾ പെടുത്തണേ അല്ലാഹ്. റബ്ബേ ഈ സ്ഥാപനത്തിൽ ധാരാളം പ്രഗത്ഭരായ ഉസ്താദുമാർ, ചുള്ളിക്കോട് ഉസ്താദും അതുപോലെ തന്നെ മറ്റെല്ലാ ഉസ്താദും അതന്നെ ഡോക്ടർ അബ്ദുൽ ഹക്കീം മസ്സരി സുൽത്താൻ മക്കാദൂർ റബ്ബേ അവർക്കെല്ലാം വില്യാപ്പള്ളി ഉസ്താദ്, ഉള്ളയൂർ ഉസ്താദ്, അങ്ങനെ തുടങ്ങിയ എല്ലാ ഉസ്താദുമാർക്കും റബ്ബേ നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. റബ്ബേ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ 60,000-ഓളം കുട്ടികൾ, പല സ്ഥാപനങ്ങൾ എല്ലാ സ്ഥാപനങ്ങളും റബ്ബേ നീ ഇസ്സത്തിലേക്ക് ഉയർത്തണേ അല്ലാഹ്. വളരെ ഭീമമായ സംഖ്യ ഉസ്താദിന്റെ കടം റബ്ബേ, ഉസ്താദിന്റെ ഭാര്യ മക്കൾക്കല്ല, കുടുംബത്തിനല്ല റബ്ബേ ദീനാണ് റബ്ബേ. ആ കടങ്ങൾ വീട്ടാൻ സഹായിക്കുന്ന ഉസ്താദ് പുതുതായി വാങ്ങിയ സ്ഥലം റബ്ബേ അതെല്ലാം എളുപ്പത്തിൽ റബ്ബേ കൊടുത്ത് വീട്ട് രജിസ്റ്റർ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ധാരാളം സ്ഥാപനങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ, ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും കിണറുകളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും ഒട്ടുമിക്ക കുഗ്രാമങ്ങളിലും ഉസ്താദിന്റെ കയ്യൊപ്പുകൾ എത്താത്ത റബ്ബേ ഇതെല്ലാം നീ കബൂലാക്കി നീ ഇതിന്റെ ഇരട്ടി നിർമ്മിക്കാൻ റബ്ബേ സംരക്ഷിക്കാൻ അതിന്റെ ഒക്കെ ഖാദിമീങ്ങളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സുന്നത്തി ജമാഅത്ത് ലോകത്തിൽ ഇത്രയും ശക്തിപ്പെടുത്തിയ ഒരു മഹാൻ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല റബ്ബേ. റബ്ബേ നീ ഇസ്സത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. എല്ലാ ക്ഷീണവും തളർച്ചയും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാ തളർച്ചയും ക്ഷീണവും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട്, മക്കൾ ആശിക്കുന്നവരുണ്ട് റബ്ബേ. സർവ്വർക്കും നീ സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്. സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സന്താന പരമ്പര, ശിഷ്യ പരമ്പര റബ്ബേ ഉലമാവിന്റെ പരമ്പരകളാക്കണേ അല്ലാഹ്. കണ്ണിലക്കരടാക്കല്ല അല്ലാഹ്. ലഹരിയും ബൈക്കില് അതുപോലെ നെറ്റിനൊക്കെ റബ്ബേ ഫോണും നെറ്റിനൊക്കെ അഡിക്റ്റായി റബ്ബേ പല വേദനാജനകമായ വാർത്തകളാണ് കേൾക്കുന്ന റബ്ബേ. ഈ ഉമ്മത്തിന് ക്ഷീണമുള്ള ഒരു വാർത്ത കേൾപ്പിക്കല്ല റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിന് ക്ഷീണമുള്ള ഒരു വാർത്ത കേൾപ്പിക്കല്ല റബ്ബേ. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ക്ഷീണമുള്ള ഒരു വാർത്ത കേൾപ്പിക്കല്ല റബ്ബേ. നീ എല്ലാ തിന്മകളും ഈ ഉമ്മത്തിന് സലാമത്താക്കണേ അല്ലാഹ്. രാജ്യത്തെ സലാമത്താക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ മക്കളും മരുമക്കളും പേരമക്കളും സന്താന പരമ്പരകളും ശിഷ്യ പരമ്പരയും റബ്ബേ ഞങ്ങളൊക്കെ സ്ഥാപനങ്ങൾ, ഏത് ഭൗതിക സ്ഥാപനങ്ങളൊക്കെ പഠിക്കുന്നവർ റബ്ബേ ഞങ്ങളെ നാണക്കേടിലാക്കുന്ന മക്കളാക്കല്ല റബ്ബേ. നാണക്കേടിലാക്കുന്ന മക്കളാക്കല്ല റബ്ബേ. എല്ലാവർക്കും നീ ഹിദായത്ത് നൽകണേ അല്ലാഹ്. ഹിദായത്ത് നൽകണേ അല്ലാഹ്. നിന്റെ മഅരിഫത്തിന് നൂറ് കൊണ്ട് കൽബ് പ്രകാശിപ്പിക്കണേ അല്ലാഹ്. കൽബ് നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാഹ്. പലരും വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നു, ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. റാഹത്തുള്ള കുടുംബജീവൻ നൽകണേ അല്ലാഹ്. എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് റബ്ബേ. ചോദിച്ചതൊക്കെ ഇതുപോലെ രാവുകൾ നീ നൽകുന്നവനാണല്ലോ റബ്ബേ. ഞങ്ങൾ ചവറുകളാണെങ്കിൽ നീ റഹ്മാനാണ്, റഹീമാണ്. ചോദിച്ചാൽ ഉത്തരം നൽകുന്നവനാണല്ലോ റബ്ബേ. റഹ്മത്തിന്റെ ഖജാവുകൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇസ്സത്ത് ചൊരിയണേ അല്ലാഹ്. ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. സാഗിരികളുടെ സിഹ്റെല്ലാം നീ ബാത്തിലാക്കണേ അല്ലാഹ്. ഏതെല്ലാം ഭാഗത്തിന് എന്തെല്ലാം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നിനക്കറിയാം അല്ലാഹ്. നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചതിന് വേണ്ടി ഏതെല്ലാം ഞങ്ങൾക്ക് പ്രയാസങ്ങൾ തടസ്സങ്ങൾ നന്നു റബ്ബേ. നീ ആ തടസ്സങ്ങളെല്ലാം നീ നീക്കണേ അല്ലാഹ്. എല്ലാ പേപ്പറുകളും നീ ക്ലിയർ ആക്കണേ അല്ലാഹ്. അടഞ്ഞു കിടക്കുന്ന മുടങ്ങിക്കിടക്കുന്ന ചുങ്കപ്പെട്ട എല്ലാ പേപ്പറുകളും റബ്ബേ സസ്റുൽ ഖുലൂബായ അല്ലാഹ്. നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഞങ്ങൾക്ക് ജിബാലും ദിയാവും ശക്തി വെളിപ്പെടുത്തി കൊടുത്ത അല്ലാഹ്. തസ്ബീഹ് ചെയ്ത അല്ലാഹ്. ഞങ്ങൾക്ക് ആവശ്യമായ മേഖലകളിലൊക്കെ നീ ഞങ്ങൾക്ക് റബ്ബേ ഞങ്ങളുടെ പേപ്പറുകൾ ക്ലിയർ ആക്കണേ അല്ലാഹ്. കിട്ടേണ്ട റെക്കമെൻഡേഷനുകളും റിക്കഗ്നേഷനുകളും അഫിലിയേഷനുകളും ലൈസൻസുകളും എളുപ്പമാക്കണേ അല്ലാഹ്. റബ്ബേ സംശയത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരങ്ങളും ഉച്ചരിച്ച് മരിക്കുന്നവരാക്കണേ അല്ലാഹ്. 25-ാം രാവ് ഇത്രയും സമയം നിന്റെ വഴിയിൽ എത്തിക്കാക്കരുത് റബ്ബേ. ഇത്രയും സമയം നിന്റെ പരിശുദ്ധമായ ഖുർആൻ